എബ്രായ ലേഖനം 13:16 പറയുന്നു, അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. അധരഫലം എന്ന സ്തോത്രയാഗം. കാരണം ഒരിക്കൽ അവൻ ഒരു നിയമത്തിൻ്റെ കീഴിൽ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കണമായിരുന്നു. എന്നാൽ ഏകയാഗത്താൽ അവൻ നമ്മളെ സ്വതന്ത്രമാക്കി. ഇപ്പോൾ നമ്മളോട് കർത്താവ് ഡിമാൻഡ് ചെയ്യുന്ന യാഗം സ്തോത്രയാഗങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാ ആഴ്ചയിലും ചർച്ചിലോട്ട് വരുമ്പോൾ ഓരോ ആടിനെയും പ്രാവിനെയും ഒക്കെ മേടിച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഹല്ലേലൂയ. അതിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി, ഏകയാഗത്താൽ നമ്മളെ സ്വതന്ത്രമാക്കി, നിത്യ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ. ആഴ്ചയിൽ ഒരിക്കലെന്നല്ല, മാസത്തിൽ ഒരിക്കലെന്നല്ല. നമുക്ക് കർത്താവിൻ്റെ മേശ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ വചനം പറയുന്നു, നിങ്ങൾ ഇടവിടാതെ സ്തോത്രയാഗം അർപ്പിക്കുക. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഉയരുന്ന ആരാധന, അല്ലെങ്കിൽ ഇവിടെ സിജോ ഒരു പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ബ്രദർ കീബോർഡ് വായിക്കുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമല്ല സ്തോത്രം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നല്ലൊരു പാട്ടിൻ്റെ വരി കേൾക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, അല്ലെങ്കിൽ ബ്രദർ നല്ലതായിട്ടൊരു കീബോർഡ് ഒരു നല്ല ഈണത്തിൽ വായിക്കുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണമല്ല ആരാധന. നിങ്ങൾക്ക് കർത്താവിനോടുള്ള സ്നേഹം, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ തിരിച്ചറിവ്, ഈ പകലും യേശു എനിക്ക് ആരാണെന്നുള്ള ബോധ്യം, വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ക്രിസ്തുവിൽ ആരാണെന്നുള്ള വെളിപ്പാട്, അതാണ് നിങ്ങളുടെ ആരാധന. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ കർത്താവിനോട് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരാണെന്ന്, ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവോടെ, ആ ബോധ്യത്തോടെ പൗലോസ് പറയുന്നു, ഇത് ഞാൻ മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല, മനുഷ്യനിൽ നിന്ന് ഞാൻ പഠിച്ചതല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ പ്രാപിച്ചവർ, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നിന്ന് അതിനെ പ്രാപിച്ചവർ പാട്ടു കേട്ടാലും പാട്ടു കേട്ടില്ലെങ്കിലും സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കീബോർഡിന്റെ ഈണം തെറ്റിപ്പോയാലും തെറ്റിയില്ലെങ്കിലും ആരാധിക്കും. ഇടയ്ക്ക് ഇവിടുന്ന് സൗണ്ട് ഓഫ് ആയില്ലെങ്കിലും ആരാധിക്കും. ഇതൊന്നും നിങ്ങളുടെ ആരാധന ഇതിനെ കേന്ദ്രീകരിച്ചാകരുത്. പ്രൈസ്. ഇതൊരു സൈഡിൽ നടന്നുകൊള്ളട്ടെ. നിങ്ങൾ ആത്മാവിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നടക്കുന്ന മ്യൂസിക്കിനനുസരിച്ചല്ല നിങ്ങൾ ഫ്ലോ ചെയ്യേണ്ടത്, നിങ്ങൾ ആത്മാവിൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കുമ്പോഴാണ് യഥാർത്ഥമായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു യാഗം അർപ്പിക്കുവാൻ നമുക്കിടയാകുന്നത്. ആ യാഗത്തിലത്രേ ദൈവം പ്രസാദിക്കുന്നത്. എത്ര പേർ തയ്യാറാണ് ഈ പകൽ നമ്മളൊരു യാഗം അർപ്പിക്കാൻ പോകുകയാണ്? ഹല്ലേലൂയ. നമ്മളൊരു യാഗം അർപ്പിക്കാൻ പോകുകയാണ്. ഏറ്റവും വിലയേറിയ ദൈവസന്നിധിയിൽ ഏറ്റവും വിലയേറിയ പ്രസാദകരമായ യാഗം. ആ യാഗത്തിൻ്റെ പേരാണ് സ്തോത്രം എന്ന യാഗം. ഇവിടെ നിൽക്കുന്ന വർഷിപ്പ് ടീമെല്ലാം നമ്മളെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ്. നമ്മൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരും അത്തരങ്ങളിൽ തുറന്നുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കണമെന്നുള്ള വലിയ പ്രൈസ് ഗോഡ്. ഈ വർഷത്തിൻ്റെ 10 മാസവും ദൈവം നമ്മളെ നടത്തിയില്ലേ? ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒരു കൈ കുറഞ്ഞിട്ടുണ്ടോ, ഒരു കാല് കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു കണ്ണ് കുറഞ്ഞിട്ടുണ്ടോ? ഒന്നിനും ഒരു കേടും വരാതെ ഈ പകലും സ്വാതന്ത്ര്യത്തോടെ ആരോഗ്യത്തോടെ ഇവിടേക്ക് വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ നിനക്ക് ആയുസ്സിനെ നൽകിയ, ആരോഗ്യത്തെ നൽകിയ നിന്റെ ഇടത്തും വലത്തും നിൽക്കുന്ന വ്യക്തികൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാതെ നിന്റെ കുടുംബത്തിനെ നോക്കി ഹല്ലേലൂയ ശത്രു പദ്ധതികളെ ഒരുക്കിയപ്പോൾ ആ പദ്ധതികളെ തകർത്ത് നമുക്ക് ജയം തന്ന ഒരു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. വചനം പറയുന്നു, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. നിത്യ നിയമത്തിന്റെ രക്തം പറഞ്ഞിട്ട്, നിത്യ നിയമത്തിന്റെ രക്തം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ രക്തത്തെ മറന്നുകൊണ്ട് നമുക്കൊരു ക്രിസ്തീയ ജീവിതമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്തെ മറന്നുകൊണ്ട് നമുക്കൊരു ശുശ്രൂഷയില്ല. വചനം പറയുന്നത് നിത്യ നിയമത്തിന്റെ രക്തമാണ്. ഹല്ലേലൂയ. ആ രക്തത്താൽ നമ്മളെ വിടുവിച്ച, നമ്മളെ വിശുദ്ധീകരിച്ച കർത്താവ് ഇവിടെ പറയുന്നു, അവൻ നിങ്ങളെ സകല നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. ഹല്ലേലൂയ. എവിടുന്നൊക്കെ സ്ഥാനം മാറിയിട്ടുണ്ടോ, ദൈവത്തിന്റെ ഹിതത്തിന്റെ നടുവിലല്ലാതെ എവിടൊക്കെ നമ്മുടെ ജീവിതത്തിൽ അലൈൻമെന്റുകൾ വ്യത്യാസമായിട്ടുണ്ടോ, വചനം പറയുന്നു അവിടെയെല്ലാം അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. അടുത്തിരിക്കുന്ന ആളെ കരം കൊടുത്തോളെന്ന് പറയണ്ട. എല്ലാ നന്മയിലും
അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. പറയട്ടെ, എല്ലാ നന്മയിലും അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. പ്രൈസ് ഗോഡ്. എല്ലാ നന്മയിലും അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. ഏതെങ്കിലും നന്മയ്ക്ക് കുറവുണ്ടെങ്കിൽ ഈ പകൽ വിശ്വസിക്കുക. ആമേൻ, ഹല്ലേലൂയ. അവൻ ആ നന്മയിൽ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്തത് പറയുന്നു, തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കും. ഹല്ലേലൂയ. തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്ക് വീണ്ടും കരം കൊടുത്തിട്ട് പറഞ്ഞിട്ട്, ദൈവത്തിന് പ്രസാദമുള്ളത് അവൻ നിങ്ങളിൽ നിവർത്തിക്കാൻ പോകുകയാണ്. ഒന്ന് പ്രവചിച്ചാട്ടെ. പ്രവചിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പ്രവചിക്കും. ഇത് പ്രവചിക്കാനുള്ള സമയമാണ്. പറഞ്ഞു, ഇത് പ്രവചനമാണ്. പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ പ്രസാദമുള്ളത് അവൻ നിങ്ങളിൽ നിവർത്തിക്കാൻ പോകുകയാണ്. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു, ഈ പ്രവചനം തെറ്റത്തില്ല. ധൈര്യമായിട്ട് പറയാം, ഈ പ്രവചനം തെറ്റത്തില്ല. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, ധൈര്യമായിട്ട് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അവൻ എല്ലാ നന്മയിലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തും. അതുപോലെ എല്ലാ നന്മയിൽ യഥാസ്ഥാനപ്പെടുത്തുക മാത്രമല്ല, ദൈവത്തിന് പ്രസാദമുള്ളത് അവൻ നിങ്ങളിൽ നിവർത്തിക്കും. ഈ രണ്ട് ദൂത് പിടിക്കാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രണ്ട് ദൂത് ഈ പകൽ നിങ്ങൾ ഏറ്റെടുക്കുക. ആമേൻ. നിങ്ങളെ സകല നന്മയിലും ദൈവം യഥാസ്ഥാനപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 10 മാസങ്ങൾ എവിടേക്ക് അത് മാറി നിന്നോ, ഈ 11ാം മാസത്തിൽ ഈ പകൽ ഈ ദൂതിനെ വിശ്വസിക്കുക. അവൻ നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. എല്ലാ നന്മയിലും നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. എവിടേക്ക് അത് സ്ഥാനചലനം ഉണ്ടായി നിൽക്കുന്നോ, അതിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ എവിടേക്ക് നന്മയിൽ സ്ഥാനമില്ലാതെ സ്ഥാനചലനം ഉണ്ടായി നിൽക്കുന്നോ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം അതിൽ യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, അവന് ദൈവത്തിന് പ്രസാദമുള്ളതിനെ അവൻ നിങ്ങളിൽ നിവർത്തിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ വചനത്തിലെ ദൂതുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പാടാണ്. ഹല്ലേലൂയ. നമുക്ക് മറ്റുള്ള ദൂതുകൾ കേൾക്കുമ്പോൾ ചാടി പിടിക്കും. പക്ഷേ വചനത്തിലൂടെയുള്ള ദൂതാണ് ഏറ്റവും വലിയ ദൂത്. അത് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം, കാരണം അതൊരിക്കലും തെറ്റിപ്പോകുകയില്ല. അതൊരിക്കലും തെറ്റിപ്പോകുകയില്ല. ഈ രണ്ട് വചനങ്ങളെ പ്രാരംഭ നിമിഷങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട് അവൻ നിത്യ നിയമത്താൽ എനിക്ക് വേണ്ടി കർത്താവ് ഇത് ചെയ്തു കഴിഞ്ഞതിനായി കർത്താവിനെ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാവരും ദൈവസ്ഥലം എഴുന്നേറ്റ് നിന്നാട്ടെ. താങ്ക് യു ലോർഡ്. Thank you Jesus. Thank you Lord. Hallelujah. Hallelujah. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് അല്പസമയം അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്. റമാനി ഹന്ദൽ റവാനിയാം ശനാദി ഗഡ്ഖനാദിയ റിമാനിയ വൈശജാൻ പ്രമാനഗഡഗദനാദിയ അന്തരാജനാസിയ വൈഡ പ്രമാന റിവാജന റഗശന്ധൽ ഖബാനി ആദരാദിയ ഓരിജലാദി വൽഖബാനിയ ശംദൽ പ്രവാനിയ റിബോരിഗൽ ഖബാനഗഡഗദന അന്തരാജന വൈഡജാരഗാനിയ റബൽ ഖബാരഗ ശൈദൽ പ്രവാനിയ. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഓറിമാ ഷാനിയ റിഗൽ ഖോനിയ ജലഖബാനിയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ ഈ ഹോളിനെ സീൽ ചെയ്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു പിതാവേ. ആത്മസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതിന് ഈ പകൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. റമാനി ഹന്ദര വൈഡജാതനാദിയ രക്തത്താൽ ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു. രോഗശക്തികൾ കീഴടങ്ങുക. അവൻ ക്ഷീണങ്ങൾ കീഴടങ്ങുക. കർത്താവേ, ദൈവത്തിന് പ്രസാദകരമായ ഒരു ആരാധന അർപ്പിക്കുവാൻ ഈ പകൽ ആത്മാവ് ഞങ്ങളെ സഹായിക്കണം. അഭിഷിക്തന്മാരെ ശക്തിയോടെ ഉപയോഗിച്ചാട്ട് തിരുവചനത്തിന്റെ വാതിലുകൾ തുറക്കുന്നതിനായി നന്ദി പറയുന്നു. അതിശക്തമായ ഒരു ആത്മസാന്നിധ്യം ചലിക്കാൻ പോകുന്നല്ലോ ഇതിനകത്ത്. ജനത്തിന്റെ ജീവിതത്തിൽ കർത്താവേ, കഴിഞ്ഞ 10 മാസങ്ങളിൽ നടക്കാത്തത് ഈ ദിവസം മുതൽ യേശുവിൻ നാമത്തിൽ കണ്ടു തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തണം. ദൈവത്തിന് പ്രസാദകരമായത് ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി പറയുന്നു. അത് വിശ്വസിക്കുന്നവരെല്ലാം കരങ്ങളെ അടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞു.